എല്ലാവർക്കും എൻ്റെ ഫിൽഫിൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ കറിയാണ്. നല്ല നാടൻ ചിക്കൻ കറി. ഈ ചിക്കൻ കറി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലുള്ള ഒരു ചിക്കൻ കറിയും ഗീ റൈസുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു. അതിലേക്കൊരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കണം. ഉലുവ ജാസ്തി വേണ്ട, ഒരു നുള്ളു ഉലുവ മതി. അപ്പോൾ ഉലുവ പൊട്ടി വരുമ്പം അതിലേക്ക് നമുക്ക് ഗാർലിക്കും ജിഞ്ചറും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൊരു 4 അല്ലി ഗാർലിക്കും ഒരു ചെറു കഷ്ണം ഇഞ്ചിയുമാണ്. ഒരു 4 പച്ചമുളക്. അപ്പോൾ ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള 2 വലിയ ഒണിയനാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ അതിലേക്ക് സാൾട്ട് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് ഒണിയൻ വഴന്ന് വരും. അപ്പോൾ എല്ലാവരും ഇത് കാണണം. അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് മൂടി വെക്കാം. ഇനി നമുക്കിതിൽ ഒണിയൻ വഴന്ന് വരുമ്പം ഇതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കണം. ഇതിൽ ഞാൻ 2 ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. ഒണിയൻ വഴന്നതിന് ശേഷം മാത്രമേ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒണിയൻ അതേപോലെ തന്നെ നല്ലതുപോലെ മൂത്ത് വഴന്നാൽ അതിൻ്റെ മതിർപ്പ് മാറിക്കിട്ടും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിന് ഞാൻ മസാലകളെല്ലാം വളരെ കുറവാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്തിട്ടുണ്ട്. ഇതൊരു 600 ഗ്രാം ചിക്കനുണ്ട്. അത് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് എന്തെല്ലാം മസാലകൾ ചേർക്കണമെന്ന് നമുക്ക് നോക്കാം. 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഇത്രയും ഞാൻ ചേർത്തത്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വീണ്ടും അതേപോലെ വെള്ളമൊന്നും ചേർക്കാതെ മൂടി വെക്കണം. വെള്ളം ചേർക്കാത്തത് കൊണ്ട് ഇടയ്ക്ക് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. അപ്പോൾ അത് കുക്കായിട്ടില്ല. അപ്പോൾ അതിനുള്ള വെള്ളമെല്ലാം പുറത്ത് വരുന്നുണ്ട്. അപ്പം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ഈ കളർ തന്നെ ഉണ്ടാവുക ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്താൽ. പക്ഷേ കുക്ക് ചെയ്ത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കളർ ചേഞ്ച് ആവും. നല്ല റെഡ് കളറായിട്ട് വരും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തിളച്ചു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത്, ഞാൻ ഇവിടെ ഒരു പൊട്ടാറ്റോ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പൊട്ടാറ്റോ ഇതിൽ ബോയിൽ ചെയ്ത് പൊട്ടാറ്റോയിൽ മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിനൊരു നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പൊട്ടാറ്റോ ബോയിൽ ചെയ്ത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എണ്ണകളെല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാലയും മല്ലിച്ചപ്പ്, കരിവേപ്പില, പുതിന ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇനി വേണമെങ്കിൽ കുരുമുളക് ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. അത് ഓരോരുത്തർ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ ചിക്കൻ കറി. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല എളുപ്പത്തിലാണ് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി, നല്ല ഗീ റൈസിന് കൂടെ കൂട്ടാൻ പറ്റിയ നല്ല ചിക്കൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം.